ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു. ഞാനും ഇവിടെ കുഴപ്പമൊന്നുമില്ലാതെ ഇരിക്കുന്നുണ്ട്. ഇന്ന് ഡിന്നറിന് എൻ്റെ കസിൻസ് വരുന്നുണ്ട് കേട്ടോ. ഗസ്റ്റ് എന്നൊന്നും പറയാനൊന്നും പറ്റില്ല, നമ്മൾ സ്ഥിരം എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് കൂടാറുള്ളതാണ്. അപ്പോൾ ഇന്ന് ഡിന്നറിന് ഞാൻ അവർക്ക് വേണ്ടിയിട്ട് ഭയങ്കര സ്പെഷ്യൽ ഐറ്റം എന്നല്ലെന്നുണ്ടെങ്കിലും ചെറിയ രീതിയിൽ എന്നെക്കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഡിന്നറൊക്കെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊരു വീഡിയോ ആയിട്ട് എടുക്കാമെന്നുള്ളത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും വെൽക്കം. അപ്പോൾ കുക്ക് ചെയ്യാനുള്ള വെജിറ്റബിൾസും വേറെ ചില ഐറ്റംസും ഞാൻ ബ്ലിങ്കിറ്റിൽ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത്രയും സാധനങ്ങളുടെ വെയിറ്റ് കാരണം അത് പൊട്ടിപ്പോയി. ഡിന്നറിന് ചപ്പാത്തിയാണ് ഉണ്ടാക്കാൻ പോണത്. അതിൻ്റെ മാവൊക്കെ ആദ്യം ഞാൻ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ചപ്പാത്തിയും ചിക്കൻ കറിയാണ് ഇന്നത്തെ സ്പെഷ്യൽ ഐറ്റം. ചിക്കൻ കറിക്കുള്ള വെജിറ്റബിൾസൊക്കെ ഞാൻ ആദ്യം കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. സവോള, പച്ചമുളക്, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ മല്ലിച്ചപ്പ് നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാന് ചൂടാകുമ്പോൾ എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഞാൻ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ അരിഞ്ഞു വെച്ച സവോള അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഞാനിവിടെ 4 മീഡിയം സൈസ് സവോളയാണ് എടുത്തിട്ടുള്ളത്. ഇനി സവോള നന്നായിട്ട് വഴറ്റിയെടുക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉപ്പിട്ട സവോള പെട്ടെന്ന് ആയി കിട്ടുന്നതാണല്ലോ. ഇനി വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കാം. 2 മിനിറ്റ് വഴറ്റിയതിന് ശേഷം വെളുത്തുള്ളി, ഇഞ്ചിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് വഴറ്റുമ്പോൾ ആ ഒരു മണം ഉണ്ടല്ലോ, അതെനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. അതൊന്ന് മിക്സ് ചെയ്ത ശേഷം ഒരേ ഒരു പച്ചമുളക് നടു കീറിയതും ഇടുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെയും വാട്ടിയെടുക്കാം. ഉള്ളിയൊക്കെ നല്ലോണം വാടി വരുമ്പോൾ ഇനി പൊടികൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ആദ്യം തന്നെ മുളക് പൊടി, പിന്നെ മല്ലിപ്പൊടി മുളക് പൊടിയേക്കാളും 1 സ്പൂൺ കൂടുതൽ ഞാൻ ഇടുന്നുണ്ട്. മഞ്ഞൾപ്പൊടി, പിന്നെ പെപ്പർ പൗഡർ, ഗരം മസാല. ഈ ഗരം മസാല എൻ്റെ അമ്മ വീട്ടിലുണ്ടാക്കണതാണ് കേട്ടോ. ഈ മസാലപ്പൊടി ചേർത്താൽ തന്നെ ഒരു പ്രത്യേക മണവും ടേസ്റ്റുമാണ്. ചിക്കൻ മസാലപ്പൊടി ഒന്നും ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി എല്ലാ പൊടികളും മിക്സ് ചെയ്തിട്ട് അതിൻ്റെ പച്ചമണം ഒന്ന് മാറി വരുമ്പോൾ അരച്ച് വെച്ച തക്കാളി കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. തക്കാളി അരച്ച് ചേർക്കുമ്പോൾ കറി വെള്ളം പോലെ ആവാറില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ എപ്പോഴും അരച്ച് ചേർക്കാറാണ് പതിവ്. തക്കാളിയുടെ പച്ചമണം മാറിയിട്ട് പ്രോപ്പറായി കുക്കായി കഴിഞ്ഞാൽ ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇവിടെ ചിക്കൻ കടയിൽ പോയിട്ട് പീസസ് എത്ര ചെറുതാക്കാൻ പറഞ്ഞാലും അത്ര പ്രോപ്പർ ആവാറില്ല. ഇടയ്ക്ക് വീട്ടിലേക്ക് വന്നിട്ട് ഞാൻ തന്നെ കട്ട് ചെയ്യാറാണ്. ചിലപ്പോൾ അതിനും പറ്റാറില്ല. ചിക്കനും മസാലയും നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട ശേഷം അടച്ചു വെച്ചിട്ട് ഇനി വേവിക്കാം. ഞാൻ എക്സ്ട്രാ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കാറില്ല കേട്ടോ. ചിക്കൻ തന്നെ വെള്ളം ഇറങ്ങി വന്നോളും. ഇടയ്ക്കൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കുന്നതായിരിക്കും നല്ലത്, അടി പിടിക്കാതിരിക്കാനായിട്ട്. ചിക്കൻ കറി ഇവിടെ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഒരു എക്സ്ട്രാ ഫ്ലേവറിന് വേണ്ടി ഗരം മസാല പൊടി വളരെ കുറച്ച് സ്പ്രിങ്കിൾ ചെയ്യുന്നുണ്ട്. ലാസ്റ്റ് മല്ലിച്ചപ്പും കൂടെ ഇട്ട് കഴിഞ്ഞാൽ ചിക്കൻ കറി റെഡി. അപ്പോഴേക്കും കസിൻ ബ്രദറും ചേച്ചി എത്തിയിട്ടുണ്ട്. ചേച്ചിയുടെ വർക്ക് കഴിഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ലാപ്ടോപ്പും തൂക്കിയെടുത്തിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അവരുടെ അടുത്ത് കുറച്ച് നേരം വർത്തമാനമൊക്കെ പറഞ്ഞ ശേഷം ഞാൻ വീണ്ടും കുക്കിങ്ങിന് കയറി. അവർ നാട്ടിൽ പോയി വന്നപ്പോൾ ഒരു ലോഡ് സാധനങ്ങളായിട്ടാണ് ബാംഗ്ലൂർക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അതിൽ നിന്ന് കുറച്ച് ഐറ്റംസ് ഞങ്ങൾക്കും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഇനി ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാൻ പോവുകയാണ്. കുറച്ച് ബോൺലെസ് പീസ് ഉണ്ടായിരുന്നത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ വേണ്ട പൊടികളൊക്കെ ഇട്ട് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഞാൻ പലതരത്തിൽ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാറുണ്ട്. ഇന്നിപ്പോൾ നാടൻ സ്റ്റൈലിലാണ് വെക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ആദ്യം മുളക് പൊടി ഇടുന്നുണ്ട്, വളരെ കുറച്ച് മല്ലിപ്പൊടി, പിന്നെ ലേശം മഞ്ഞൾപ്പൊടി, പിന്നെ ഹോം മെയ്ഡ് ആയിട്ടുള്ള ഗരം മസാലപ്പൊടി, പെപ്പർ പൗഡർ, ആവശ്യത്തിന് ഉപ്പ്, ലാസ്റ്റ് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. അവർ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന മാങ്ങ അടിപൊളിയാണെന്ന് പറഞ്ഞപ്പോൾ ഒന്നും നോക്കിയില്ല. അപ്പം തന്നെ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ 2 എടുത്ത് ചെത്തി. നല്ല ചെനച്ച മാങ്ങയായിരുന്നു കേട്ടോ. ഇത് കോമാങ്ങയാണേ. കോമാങ്ങ എന്നാണ് ഞാൻ പറയാറുള്ളത്. കോമാങ്ങ അറിയുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഈ മാങ്ങ പഴുത്തത് കഴിക്കാനാണ് എനിക്ക് ഒന്നുകൂടെ ഇഷ്ടം. അതിൻ്റെ തൊലിയൊക്കെ നല്ല സോഫ്റ്റ് ആയിരിക്കും പഴുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ചെനച്ച മാങ്ങ കഴിക്കുമ്പോൾ അതിൽ ലേശം ഉപ്പും മുളകും പച്ച വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കഴിച്ചാൽ അടിപൊളിയാണ്. ഇവിടെ ഇപ്പം ഞാൻ ഉപ്പും മുളകും മാത്രമേ ഇട്ടിട്ടുള്ളൂ. ചെത്തി വെച്ച മാങ്ങ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ചൂടപ്പം പോലെ കഴിച്ച് തീർത്തു. അടുത്തത് ചപ്പാത്തി പരത്തി ചൂടാൻ പോവുകയാണ്. മാവ് ആദ്യം റെഡിയാക്കി വെച്ചുകൊണ്ട് പരത്തി ചുട്ടാൽ മാത്രം മതി. എനിക്ക് ഈ ദോശ ചുടുക, ചപ്പാത്തി പരത്തുക ഇതൊക്കെ പൊതുവേ ഇഷ്ടമാണ്. ഹെക്റ്റിക് അല്ലാതെ കുറച്ച് റിലാക്സ്ഡ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്യുന്ന കാര്യമാണ്. പൊടി ഇട്ട് പരത്താതെ ചപ്പാത്തി പ്രസ്സിൽ എണ്ണ ഒഴിച്ച് ഉണ്ടാക്കിയെടുക്കുന്ന ചപ്പാത്തി എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. പെട്ടെന്ന് പണി തീർന്ന് കിട്ടും ചെയ്യും. ചപ്പാത്തി ചൂടാൻ പാൻ ഇൻഡക്ഷനിൽ വെച്ച ശേഷം അവർ കൊണ്ടുവന്ന ഹൽവ ഒരു പീസ് ഞാനും ഏട്ടനും ടേസ്റ്റ് ചെയ്തു. പാകത്തിന് മധുരം ആൻഡ് എക്സ്ട്രാ സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റുള്ള ഹൽവയാണ്. അത് എന്ത് ഹൽവയായിരുന്നു എന്നുള്ളത് ഞാൻ ചോദിക്കാൻ വിട്ടുപോയി. ട്രിവാൻഡ്രത്തുനിന്ന് ഒരു കടയിൽ നിന്ന് വാങ്ങിയതാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു.
ചപ്പാത്തി ചുടുമ്പോൾ അതിങ്ങനെ പൊങ്ങി വരുന്നത് കാണുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ തന്നെയാണ് കേട്ടോ. ലാസ്റ്റ് ലേശം എണ്ണ അല്ലെങ്കിൽ നെയ്യ് കൂടി തടവി കൊടുക്കുന്നുണ്ട്. അങ്ങനെ ചപ്പാത്തി എല്ലാതും തന്നെ ചുട്ടെടുത്തിട്ടുണ്ട്. ലാസ്റ്റ് ഐറ്റം ഇനി ഉണ്ടാക്കാനുള്ളത് ചിക്കൻ ഫ്രൈ ആണ്. അതും കൂടെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഡിന്നർ റെഡി. ചിക്കൻ ഫ്രൈ ചെയ്യാൻ ഞാൻ വെളിച്ചെണ്ണ തന്നെയാണ് കേട്ടോ എടുക്കുന്നത്. ചിക്കൻ ഫ്രൈ ഏതൊക്കെ കടയിൽ നിന്ന് എത്രയൊക്കെ നല്ലത് കഴിച്ചാലും എനിക്ക് എൻ്റെ വീട്ടിൽ അമ്മ ഉണ്ടാക്കുന്ന ചിക്കൻ ഫ്രൈ ആണ് ഏറ്റവും ഇഷ്ടം. അതുപോലെ ഉണ്ടാക്കാൻ കുറേ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്, പക്ഷേ ആ ഒരു എക്സാക്ട് ടേസ്റ്റ് എങ്ങനെ പോയാലും കിട്ടാറില്ല. ചിക്കൻ ഫ്രൈയിൽ ലാസ്റ്റ് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിൽ എന്നെക്കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ചെറിയ ഡെക്കറേഷനൊക്കെ ചെയ്ത് റെഡി ആക്കിയിട്ടുണ്ട്. കുറച്ച് വെജിറ്റബിൾസും കൂടെ നമുക്ക് അറേഞ്ച് ചെയ്ത് വെക്കാം. കുക്കുംബറും ക്യാരറ്റും ആണ് ഉള്ളത്. കുക്കുംബർ, ക്യാരറ്റ്, ബ്രോക്കോളി ഈ 3 ഐറ്റംസും ഒട്ടുമിക്ക ദിവസം ഞാൻ കഴിക്കാറുണ്ട് കേട്ടോ. ഇതെല്ലാം ഡെക്കറേഷൻ്റെ പേരിൽ അറേഞ്ച് ചെയ്ത് വന്നപ്പോഴത്തേക്കും അത്തപ്പൂക്കളം ഇട്ട പോലെയായി. പിന്നെ എന്തായാലും എങ്ങനെയെങ്കിലുമൊക്കെ കഴിച്ചാൽ മാത്രം മതിയല്ലോ. അപ്പോൾ ദേ ചിക്കൻ ഫ്രൈ, ചിക്കൻ കറി, ചപ്പാത്തി ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി കഴിച്ചാൽ മാത്രം മതി. അതിൻ്റെ ഇടയിൽ ഏട്ടൻ എപ്പോഴും മുന്തിരി കഴുകി റെഡിയാക്കി വെച്ചതിരിക്കുന്നുണ്ട് കേട്ടോ. ഇവരുടെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ പല വെറൈറ്റി ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഉണ്ടാക്കി തരാറുണ്ട്. രണ്ടുപേരും നന്നായിട്ട് കുക്ക് ചെയ്യും. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഞാൻ വളരെ സിമ്പിൾ ഐറ്റംസാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. എന്നാലും ഇതൊക്കെ ഒരു സന്തോഷമാണല്ലോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച ശേഷം കുൽഫി ഐസ്ക്രീമും കൂടെ കഴിച്ചു. 4 ഡിഫറെൻറ്റ് ഫ്ലേവേഴ്സ് ആയിരുന്നു. ടെൻഡർ കോക്കനട്ട്, ഗുവാവ, ചോക്ലേറ്റ് ആൻഡ് സ്ട്രോബെറി. എനിക്കതിൽ ഗുവാവ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഉപ്പിൻ്റെ ടേസ്റ്റും ചെറിയ എരിവൊക്കെ ആയിട്ടായിരുന്നു. ചേച്ചിയുടെ വർക്ക് കഴിയുന്നുണ്ടായിരുന്നുള്ളൂ കേട്ടോ. മൾട്ടി ടാസ്കിങ് ആയിരുന്നു. TV കാണലും വർക്കും സംസാരം ഒക്കെ കൂടെ. പിന്നെ ഒരു 10-10:30 ആയപ്പോഴത്തേക്കും അവർ പോയി. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസായിട്ട് കാണുന്നത് വരെയും ബൈ.